ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നൂഫിയാസ് വേൾഡ്. അപ്പോൾ ദേ ഇനി അടുത്ത മൂന്നാമത്തെ ഒരു സ്റ്റിച്ചായിട്ടാണ് വരുന്നത്. ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഫ്രെയിമിൽ അതേ ബോക്സിൽ തന്നെ ഒരെണ്ണം കൂടെ വരച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ആദ്യത്തെ വീഡിയോയിൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റായില്ല. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അത് അവരുടെ ഇതിൽ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ ദേ ഇതിൽ ഒന്ന് കയറ്റി കാണിച്ചു തരുവാണ്. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ആദ്യം സൂചി കുത്തി കൊടുക്കുക. എന്നിട്ട് ആ സെയിം പോയിൻറ്റിലേക്ക് ഒന്നുകൂടി കുത്തി ഇറക്കിയിട്ട് സൂചി പതുക്കെ പൊക്കിയെടുക്കുക. അതായത് കണ്ടോ, ചെയിൻ പതുക്കെ പൊക്കിയെടുത്തിട്ട് സൂചി ഒന്ന് നൂലൊന്ന് ചുറ്റി കൊടുക്കുക. സൂചിയല്ല, നൂല് ആ സൂചിയുമ്പോൾ ഒന്ന് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പതുക്കെ വലിക്കാതെ ചെയ്യണം കേട്ടോ. ഇത്തിരി ലൂസായിരുന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ട, സെയിം പോയിന്റിൽ തന്നെ പിന്നെയും കുത്തി കൊടുക്കുക. എന്നിട്ട് സൂചി കുറച്ച് മാറി പൊക്കിയെടുത്തിട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഈ സ്ക്വയർ മൊത്തം നമുക്കിതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചാണ്. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ, അത് മറക്കാതെ ചെയ്യണേ. ഇനിയും ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവരും ഇതൊന്ന് കണ്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതേ പതുക്കെ ഞാനിത് മൊത്തം ബോക്സും ഫില്ല് ചെയ്യുന്നുണ്ട്. പതുക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഈ ഒരു സ്ക്വയറിൽ തന്നെ 2-3 സ്റ്റിച്ച് കൂടെ ആഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇത് വരും ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതായത് ഇതുപോലെ പതുക്കെ ഈ ഒരു ബോക്സ് കൂടെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിക്ക് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് മീൻസ് ഇപ്പോൾ മഞ്ഞ ചെയ്തു, പച്ച ചെയ്തു, പിന്നെ അടുത്തത് മഞ്ഞ. അപ്പോൾ ഇതേ ഇതിവിടെ സ്ക്വയർ കൂടെ ഫില്ലായിട്ടുണ്ട്. അടിയിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 സ്റ്റിച്ച് ഇവിടെ ഫില്ലായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.